നമസ്കാരം. രാജ്യത്തെ 543 ലോക്സഭാ സീറ്റുകളിൽ 370ലും വിജയിച്ച് രാജ്യം ഭരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇത്തവണ BJPക്കുള്ളത്. പാർട്ടിക്ക് തനിച്ച് 370 സീറ്റുകൾ നേടാൻ സാധിക്കുകയാണെങ്കിൽ NDA മുന്നണി തീർച്ചയായും 400 കടക്കുമെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ BJP തുടങ്ങിയത് ഇന്നോ ഇന്നലെയുമല്ല, മറിച്ച് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ BJP ഇതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരുന്നു. അതിന്റെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ അവർ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നതോ ആയ 144 സീറ്റുകൾ ഉന്നമിട്ടുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെയും തുടക്കമിട്ടത്. അത് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് സഹിതം തുറന്നു പറയുന്നുമുണ്ട്. മിഷൻ 370 എന്ന ഈ ഒരു പ്രോജക്റ്റ്, ഇതിൽ BJP ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് അവർക്ക് എവിടെയൊക്കെ തിരിച്ചടി നേരിട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ അവർക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടി നേരിട്ടത് ഈ മണ്ഡലങ്ങൾ തന്നെയാണ്. പിന്നീട് ഈ 144 മണ്ഡലങ്ങൾ എന്നുള്ള ലക്ഷ്യം BJP 160ലേക്ക് ഉയർത്തുകയുണ്ടായി. അതായത് ഈ 160 സീറ്റുകളിൽ പകുതിയിലെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ BJPയുടെ 370 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. ഈ 160 സീറ്റുകളിലാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ ഇടം പിടിച്ചിട്ടുള്ളത്. എന്തായാലും BJP ഏറ്റവും അധികം നേട്ടം കൊയ്യാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിലും വളരെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശിന് പിന്നാലെ പശ്ചിമ ബംഗാൾ, തെലങ്കാന, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് BJPക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെയും കഴിഞ്ഞ തവണ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ മത്സര രംഗത്ത് നിന്നും പിന്മാറി നിൽക്കേണ്ടി വന്നത്, അതിനെന്തൊക്കെയാണോ ഇടയാക്കിയത് ആ കാരണങ്ങളൊക്കെയും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നേതൃത്വം തന്നെ അതിന് മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ മൊത്തം 174 സീറ്റുകളിൽ BJP മത്സരിച്ച 168 സീറ്റുകളിൽ 101 സീറ്റുകളും അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസം ഒഴികെയുള്ള 4 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ മത്സരിച്ച 6 സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമേ അന്ന് വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വടക്കുകിഴക്കൻ മേഖലയിലുള്ള പ്രാദേശിക പാർട്ടികളുമായി BJP ഇക്കുറി സഖ്യം രൂപീകരിച്ചിട്ടുള്ളത്. ഇത് NDAയുടെ നേട്ടം മൊത്തത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ പഞ്ചാബിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും BJP സീറ്റുകൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിരന്തരമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു പറച്ചിലുണ്ട്, BJP ആണ് ഏറ്റവും പ്രൊഫഷണൽ ആയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന്. BJP ഒരിക്കലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് 2-3 മാസം മുൻപല്ല, മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അവസാനിച്ച് അതിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ BJP അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയാറുണ്ട്. അത് പലപ്പോഴും കേരളത്തിലെ RSS നേതൃത്വം ഉൾപ്പെടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ദേശീയ നേതൃത്വത്തിന് അങ്ങനെ ഒരു പതിവുണ്ട്, പക്ഷേ സംസ്ഥാനത്ത് അങ്ങനെ ഒരു പതിവില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയതെന്ന് RSSന്റെ തലപ്പത്തുള്ള ആളുകൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും BJP 2-3 വർഷം മുൻപ് തന്നെ എല്ലാ പ്ലാനും വ്യക്തമായി ഒരുക്കി കഴിഞ്ഞിരുന്നു. ഈ 370 എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആദ്യം 144 സീറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന BJP ഇപ്പോൾ 160 സീറ്റുകളാണ് ഏറ്റവും പ്രധാനമായി കണ്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ പകുതിയെങ്കിലും നേടാൻ സാധിച്ചാൽ തീർച്ചയായും അവർക്ക് 370 എന്ന കടമ്പ ഏറ്റവും എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.